മോട്ടറിന്റെ കൂടെ കൊടുക്കുന്നത് 25 ലിറ്ററിന്റെ സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ ബക്കറ്റാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ 20,000-ന്റെ ഈ ഒരു പാക്കേജിൽ പറഞ്ഞാണ് വെറും 5-6 പശുക്കളെ വളർത്തുന്ന സാധാരണക്കാരായ ക്ഷീരകർഷകർക്ക് മിൽക്ക് മെഷീൻ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇനി 7 പശുക്കളെ വരെ കറക്കാവുന്ന കറവ് മെഷീന് വെറും 20,000 രൂപയുള്ളൂ. ഇത് ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലെ കാര്യമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള മെഷീൻ ട്രേഡേഴ്സിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് കറവ് മെഷീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിൽ വന്ന് ഈ ഒരു കറവ് മെഷീൻ സൗജന്യമായിട്ട് ഫിറ്റ് ചെയ്തും തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്ഷീരകർഷകർക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കറവേന്ദ്രം വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. അതുമാത്രമല്ല മറ്റ് ക്ഷീരകർഷകരിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വെറും 20,000 രൂപയ്ക്ക് കറവേന്ദ്രം കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നാണ് ഈ പറഞ്ഞ കാര്യം സത്യമാണോ? അതെ അതെ. അപ്പോൾ ഈ കാണുന്നതാണോ ഈ പറഞ്ഞ കറവേന്ദ്രം? അതെ, നമുക്ക് ചെറുകിട കർഷകർക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു കറവേന്ദ്രം വെച്ച് നമുക്ക് എത്ര പശുവിനെ കറക്കാൻ പറ്റും? നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 5, 6, 7 പശുക്കളെ വരെ കറക്കാൻ യൂസ് ചെയ്യും. അത് 7 പശുക്കളെ കറക്കാവുന്ന ഈ കറവേന്ദ്രത്തിനാണോ നിങ്ങൾ പറയുന്നത് 20,000 രൂപ കിട്ടുന്നത്? അതെ അതെ സർ, ഈ സെറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബക്കറ്റ്, ഈ കാണുന്ന മോട്ടർ, പിന്നെ വാക്വം ടാങ്ക്, ഇത്ര അടങ്ങിയ സെറ്റ് നമുക്ക് 20,000 രൂപ അല്ലേ? മോട്ടറിന്റെ കൂടെ കൊടുക്കുന്നത് 25 ലിറ്ററിന്റെ സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ ബക്കറ്റാണ് കൊടുക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 25 ലിറ്ററിന്റെ ബക്കറ്റാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ ഈ 20,000-ന്റെ ഈ ഒരു പാക്കേജിൽ പറഞ്ഞാണ് അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ ഈ കാണുന്ന മോട്ടറിന്റെ കപ്പാസിറ്റി പറയുന്നത് 200 LPM-ന്റെ കംപ്രസർ ആണ് വരുന്നത്. 200 LPM-ന്റെ കംപ്രസർ. പിന്നെ മോട്ടർ എന്ന് പറയുമ്പോൾ 3/4 HP ആണ്. ഓക്കെ, 3/4 HP ആണ്. പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു വോക്കൺ ടാങ്ക് വരുന്നുണ്ട്. അത് നമ്മുടെ മെഷീന്റെ പ്രത്യേകതയാണ് ഈ വോക്കൺ ടാങ്ക്. പാലിന്റെ വേർപ്പിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ആവാനാണ് ഈ വോക്കൺ ടാങ്ക് കൊടുക്കുന്നത്. ഓ, അതായത് ഇതിന്റെ പാല് വന്ന് അതിന്റെ ഒരു വേർപ്പ് വരുമ്പോ അതിന്റെ അംശം ഒക്കെ സ്റ്റോർ ആവാൻ അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ ഇതിൽ വന്ന് സ്റ്റോർ ആവുന്നതുകൊണ്ട് കൂടുതലായിട്ട് മോട്ടറിൽ കയറില്ല. അപ്പൊ നമുക്ക് മോട്ടറിന് ലോങ് ലൈഫ് ആണ്. നമുക്ക് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് നമുക്ക് ഈ സെറ്റിന് കൊടുക്കുന്നത്, ഈ മോട്ടർ സെറ്റിന് കൊടുക്കുന്നത്. ഈ പറഞ്ഞ 1 ഇയർ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മോട്ടറിന് മാത്രമാണോ അതോ വാക്വം ടാങ്ക് എങ്ങനെയാണോ? നമ്മൾ ഈ സെറ്റിന് കൊടുക്കുന്നതാണ് വാറണ്ടി, വാറണ്ടിയാണ്. അതായത് റീപ്ലേസ്മെന്റ് വാറണ്ടി ആണല്ലേ? ശരി. അപ്പൊ നമുക്ക് രണ്ടാമത് കാണിക്കാനുള്ള കറവ് മെഷീൻ ഏതാണ്? ഇതാണ് വരുന്നത്. ബക്കറ്റ്സ് എല്ലാം നമ്മളെ സെയിം തന്നെയാണ് കൊടുക്കുന്നത്. 25 ലിറ്ററിന്റെ സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ ബക്കറ്റ് ആണ് കൊടുക്കുന്നത്. നമുക്ക് മോട്ടറിലാണ് ചേഞ്ച് വരുന്നത്. ശരി, ആ ഒരു ചേഞ്ച് എന്താ ഒന്ന് പറയാമോ? ഇതിൽ നിന്ന് പറയുമ്പോൾ ഒരു 1 തൊട്ട് 12 പശുക്കളെ വരെ കറക്കാൻ യൂസ് ചെയ്യുന്നത്. ഓ, അതായത് ഇപ്പൊ ചെറിയൊരു ഫാം സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് മതി അല്ലേ? ഇവിടെ ഈ മോട്ടറിന്റെ പവർ എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് 250 LPM-ന്റെ കംപ്രസർ ആണ്. ഓക്കെ, 250 LPM-ന്റെ കംപ്രസർ ആണ് ഈ മോട്ടറിൽ വരുന്നത് അല്ലേ? ഇതിൽ പിന്നെ 3/4 HP-യുടെ മോട്ടറാണ് വരുന്നത്. ഓക്കെ, 3/4 HP ആണ്. പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു ടോപ്പ് ആൻഡ് സ്വിച്ച് വരുന്നുണ്ട്. അതായത് സ്വിച്ച് ഡയറക്റ്റ് ആയിട്ട് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കൺട്രോളിംഗ് നമുക്ക് വരുന്നുണ്ട്. ഓ, അതായത് ഈ കാണുന്ന മോട്ടറിൽ തന്നെ ഒരു കൺട്രോളിംഗ്, എക്സ്ട്രാ കൺട്രോളിംഗ് വരുന്നുണ്ട്. നമുക്ക് പിന്നെ സ്റ്റീലിന്റെ തന്നെയാണ് സൈലൻസർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലും നമുക്ക് ഈ വോക്കൺ ടാങ്ക് വരുന്നുണ്ട്. ഈ വോക്കൺ ടാങ്കിൽ വരുന്നത് 12 ലിറ്ററിന്റെ കപ്പാസിറ്റിയാണ്. ഓക്കെ, 12 ലിറ്ററിന്റെ കപ്പാസിറ്റിയാണ്. അപ്പൊ നമുക്ക് ഈ കാണുന്ന മെഷീൻ ഇതും നമുക്ക് എന്താ പറയുക കൊറിയർ ഒക്കെ ചെയ്ത് കൊടുക്കും. ഇതും കൊറിയർ ആയാലും റൂട്ടിൽ പോയി ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിലെത്തിക്കാൻ. നമുക്ക് ഏത് മെഷീൻ എടുത്താലും ഇൻസ്റ്റാളിംഗ് എല്ലാം ഫ്രീ ആണ്. കമ്പനി വണ്ടി ഓടി എത്തുന്നതിന്റെ പെട്രോൾ എക്സ്പെൻസ് മാത്രമേ. ശരി. അപ്പൊ നമുക്ക് ഈ ഒരു മെഷീൻ, അത് ഈ ഒരു 3 പാർട്സ് അടങ്ങിയ മെഷീൻ നമുക്ക് എന്ത് റേറ്റ് വരും? ഇതിന് വരുന്നത് ഇൻക്ലൂഡിംഗ് GST 24,700 ആണ് വരുന്നത്. 24,700. അപ്പൊ ഒരു കറക്കി പറഞ്ഞാൽ ഒരു 25 നമുക്ക് സാധനം കിട്ടും. അപ്പൊ കുറച്ചുകൂടി വലിയൊരു ഫാമുകാർക്ക്, അതായത് ഒരു 20 പശു കറക്കുന്ന ഫാമുകാർക്ക് പറ്റിയ ഒരു കറവേന്ദ്രം ഏതാ? ഇതാണ് വരുന്നത്, ഈ കാണുന്ന. ഇതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു. 1 HP-യുടെ മോട്ടറാണ്. കംപ്രസർ എന്ന് പറയുമ്പോൾ 350 LPM-ന്റെ കംപ്രസർ ആണ്. പിന്നെ ഈ കാണുന്ന ടാങ്കോ സെയിം തന്നെയാണ്, 12 ലിറ്റർ സെയിം തന്നെയാണല്ലേ? ശരി. അപ്പൊ അതിലൂടെ നമുക്ക് ഈ കാണുന്ന ബക്കറ്റ്. അതെ. പിന്നെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ബക്കറ്റ് കപ്പാസിറ്റിംഗ് വരുന്നുണ്ട്. ഓ, അതായത് നമുക്ക് ഒരു 20 ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഡബിൾ ബക്കറ്റ് വെച്ചിട്ട് അറ്റ് എ ടൈമിൽ 2 പശുക്കളെ ഒരുമിച്ച് കറക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഡബിൾ ബക്കറ്റ് വരുമ്പോൾ അത്രയും നമുക്ക് ടൈം സേവിങ്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിംഗിൾ ബക്കറ്റും ഈ മോട്ടോർ സെറ്റും കൂടെ റേറ്റ് വരുന്നത് ഇൻക്ലൂഡിംഗ് GST 33,630 ആണ് വരുന്നത്. നമുക്ക് ഡബിൾ ബക്കറ്റ് ആക്കണം എന്നുണ്ടോ? അപ്പൊ ഡബിൾ ബക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് റേറ്റ്? ഒരു ബക്കറ്റും കൂടെ നമുക്ക് എക്സ്ട്രാ എടുത്താൽ മതി. ബക്കറ്റിന്റെ ചാർജ് മാത്രം നമുക്ക് എക്സ്ട്രാ പേ ചെയ്താൽ മതി. ടോട്ടൽ 46,000 രൂപ വരും. ഓ, അങ്ങനെയാണല്ലേ? അതായത് ഇൻ കേസ് ഇപ്പൊ ഒരു സിംഗിൾ ബക്കറ്റ് നമ്മൾ എടുത്തോണ്ട് പോയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റും കൂടെ സ്പെയർ ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അങ്ങനല്ലേ? പിന്നെ നമ്മുടെ ഈ മോട്ടറിന്റെ ഗ്യാരണ്ടി ആണോ വാറണ്ടി? എല്ലാം വാറണ്ടി ആണ് വരുന്നത്. എല്ലാത്തിനും നമ്മൾ 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് കൊടുക്കുന്നത്. അതായത് ഈ കാണുന്ന മോട്ടറിനോ അല്ലെങ്കിൽ ഈ കാണുന്ന വാക്വം ടാങ്കിനോ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് കൊടുക്കും 1 ഇയറിനുള്ളിൽ അല്ലേ? അതെ, കൊറിയർ ആയാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റൂട്ടിൽ പോയി സപ്ലൈ ചെയ്യും. ഇനി അടുത്തത് ഏതാ കാണിക്കാം? ഇതിൽ ഏറ്റവും വലിയ മെഷീൻ ആണ് ഇത്. ഏറ്റവും വലുത്? ഇത് 5 ബക്കറ്റോ അറ്റ് എ ടൈമിൽ വെച്ച് കറക്കാൻ യൂസ് ചെയ്യുന്നത്. ഇത് 5 ബക്കറ്റോ? 5 ബക്കറ്റ്. അപ്പൊ 5 ബക്കറ്റ് നമുക്ക് എത്ര പശുവിനെ കറക്കാം?
അത് നമുക്ക് 10-100 പശുക്കളുടെ അടുത്ത് വരെ നമുക്ക് കറക്കാം. അതായത് ഇച്ചിരി വലിയ ഫാമൊക്കെ ആണ്, നമുക്ക് സമയം പെട്ടെന്ന് ലാഭിക്കണം എന്നൊക്കെ 5 ബക്കറ്റ് അറ്റ് എ ടൈം അല്ലെ. അപ്പൊ ഈ ഒരു മെഷീന്റെ പ്രത്യേകതയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാവോ? ഇതിന്റെ എന്ന് പറയുന്നത് കംപ്രസർ വരുന്നത് 1000 LPM ആണ്. 1000 LPM കംപ്രസർ ആയിരിക്കണം കേട്ടോ എന്റെ അമ്മു. ഓക്കെ, ഇതിന് മോട്ടർ വരുന്നത് 3 HP ആണ്. 3 HP മോട്ടറാണ് വരുന്നത്. എന്റെ അമ്മു, എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ മോട്ടർ വേറെ എവിടെയും കൊടുക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്ന വാക്യൂം ടാങ്ക് ആണെങ്കിലോ എത്ര ലിറ്റർ? ഇതും 12 ലിറ്ററിന്റെ ആണ്. അപ്പൊ ഈ കറവ മെഷീൻ വാങ്ങുന്ന പലരുടെയും പ്രശ്നമാണ്, അതായത് ഇപ്പൊ പുറത്തുനിന്ന് ആയിക്കോട്ടെ അത് ഇവിടെ നിന്ന് ആയിക്കോട്ടെ, ഇതിന്റെ സ്പെയർ കിട്ടാനുണ്ടോ എന്നൊരു ചോദ്യം. സ്പെയർ കിട്ടാനുണ്ടോ? നമ്മുടെ മെഷീന്റെ അല്ലാതെ പുറമേ നിന്ന് എടുക്കുന്ന മെഷീന്റെ ആയാലും സ്പെയർസ് എല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. സ്പെയർസും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ സർവീസ് അവൈലബിൾ ആണ്. ഇവിടെ നിന്നല്ല, ഇനി പുറത്തുനിന്ന് ഓൺലൈനിലായാലും ശരി, തമിഴ്നാടായാലും ശരി, കേരളത്തിൽ എവിടെ നിന്ന് എടുത്താലും നമുക്ക് സർവീസ് ആയാലും ആ മെഷീന്റെ പാർട്സ് ആയാലും നമ്മുടെ അവൈലബിൾ ആണ്. കുറച്ച് സ്പെയർ ഒക്കെ ഒന്ന് കാണിക്കാവോ? ഇത് ലൈനർ ആണ്. നമുക്ക് ഈ ബക്കറ്റില് ഈ കാമ്പിലേക്ക് പിടിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതിന്റെ ഈ ലൈനറാണ് ഈ ഷെല്ലിനകത്തുള്ളത്. ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോ സെറ്റ് എന്ന് പറയും. ക്ലസ്റ്റർ യൂണിറ്റിൽ ഇവിടെ വരുന്നത് ലൈനർ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിലാണ്. പിന്നെ നമുക്ക് പൾസ് ലേറ്റർ, ഇതാണ് മെയിൻ. നമുക്ക് ഈ പൾസ് ലേറ്റർ, നമുക്ക് ഈ കറവ നടക്കുകയാണെങ്കിൽ എയർ വോക്കും ചെയ്യുന്നതാണ് പൾസ് ലേറ്റർ. ഇതിന്റെ അത് ഈ ഗ്ലോ സെറ്റിന്റെ തന്നെ നമുക്ക് സ്പെയർ ആയിട്ട്, അതായത് ഇത് ഫുള്ള് മാറുന്നില്ലെങ്കിലും ഇത് മാത്രം പശു ചവിട്ടിയിട്ട് പൊട്ടുന്നതൊക്കെ വരുന്ന ചാൻസ് വരാറുണ്ട്. അതിന് നമുക്ക് ചെറുതായിട്ടുള്ള സ്പെയർ ആയാലും നമുക്ക് കിട്ടും. അതിന്റെ മേലെ തന്നെ ടോപ്പാണ് ഇത്. അതുപോലെ തന്നെ ഷട്ടർ വാൾവ്, നമുക്ക് ഈ കറവന്തരത്തിൽ ഓൺ ഓഫും കൊടുക്കുന്നത് നമ്മൾ ക്ലസ്റ്റർ യൂണിറ്റിൽ, അതായാലും എല്ലാത്തിനും നമുക്ക് സെപ്പറേറ്റ് സ്പെയർ ആയിട്ടുണ്ട് അല്ലേ. ശരി, അപ്പൊ ഇത്തരത്തിലുള്ള സ്പെയറും നമുക്ക് ഇതുപോലെ കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ സ്പെയർസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വന്ന് വാങ്ങുന്നവരുണ്ട്. ദൂരെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചെടുക്കാം. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പാലക്കാട് കൂട്ടുപാതയിലുള്ള മെഷീൻ ട്രേഡേഴ്സിന്റെ വീഡിയോ ആണ്. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 7 പശുക്കളെ മുതൽ 100-150 പശുക്കളെ വരെ കറക്കാവുന്ന വലിയ ഹെവി മെഷീൻ വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിൽക്കിംഗ് മെഷീൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.